ഇനി കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും പൂരോരുട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. രാഹു ആണ് ഇവരുടെ ലഗ്നത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നൂതനമായിട്ടുള്ള ആശയങ്ങളും പദ്ധതികളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഉടനെ തന്നെ ഇങ്ങനെയുള്ള വരുന്നതായിട്ടുള്ള പുതിയ ആശയങ്ങളോ സംരംഭങ്ങളോ ഒക്കെ ഉടനെ തന്നെ ചെയ്യാതെ അതിൻ്റെ പ്രായോഗികത വേണ്ടത്ര ആലോചിച്ച് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ജോലിയിലോ ഒക്കെ ഉണ്ടാകും. പുതിയ അവസരങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ പുതിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഗവേഷണം സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ ഡിജിറ്റലായിട്ട് ചെയ്യുന്ന ജോലികളുടെ ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ സാങ്കേതിക കാര്യങ്ങൾ, സാങ്കേതിക വിദ്യ കൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് അനുകൂലം തന്നെയാണ്. കൂടുതലായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിത്ത സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമിത ചിന്തയും അമിതമായിട്ടുള്ള ആലോചനയും അതുപോലെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനും വിശ്രമം നടത്താനും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അത് സംസാരത്തിൽ കൂടെ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് ക്ഷമയോടുകൂടി അവധാനതയോടുകൂടി പ്രശ്നങ്ങളെ സമീപിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കുടുംബപരമായിട്ടും ബിസിനസ് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടും ഒക്കെ ആ ക്ഷമ വേണ്ടത്ര കാണിക്കാൻ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചില പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാദേവിയെ ആശ്രയിക്കുക, ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ദുർഗാദേവിയുടെ നാമങ്ങൾ നിത്യേന ഉപാസന ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രങ്ങൾ നിത്യേന ജപിച്ച് ഉപാസന ചെയ്യുന്നതും ഒക്കെ കൊണ്ട് മനസ്സമാധാനം കിട്ടുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ നന്നായിട്ട് പ്രശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും.